കേക്കച്ച നിന്നെ വിമർശിക്കുകയല്ല, ചുലിൽ തീട്ടം മുക്കിയടിക്കും. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പരസ്യ പ്രസ്താവനയുമായി ഇറങ്ങുന്ന പ്രവർത്തകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വി ഡി സതീശന്റെ അനുഭാവികൾ കൊച്ചിയിൽ പറഞ്ഞു. രാഹുലിനെ പണിഞ്ഞൊതുക്കിയ സതീശനെ വിമർശിക്കുക മാത്രമല്ല, കണ്ടാൽ ചൂലിൽ തീട്ടം മുക്കിയടിക്കും എന്ന നിലപാടിലാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. രാഹുലിന് നീതി തേടി ആരംഭിച്ച മിഷൻ 60യുടെ 17ാം ദിനമായ ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ITV ന്യൂസ്, റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഹലോ, ഇത് ഞാൻ ആലപ്പുഴ ചെങ്ങന്നൂരിൽ നിന്ന് വിളിക്കുന്ന സുഖു എന്ന് പറഞ്ഞ ഒരാളാണ്. നിങ്ങളുടെ വാർത്ത ശരിക്ക് കേൾക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ഈ യൂത്ത് കോൺഗ്രസ് രമേശ് ചെന്നിത്തലയും ഈ വി ഡി സതീശനും എന്തോ കാണിക്കുന്നത്? കോൺഗ്രസിനെ ഇവരൊക്കെ കാണിക്കുന്നത്, താനൂസ്മാനും ബിന്ദു കൃഷ്ണനെ കാണിക്കുന്നത് എന്തുവാ? ഇത് കോൺഗ്രസ്സുകാരെ നശിപ്പിക്കാനുള്ളവരെ അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്കിന് ഈ കോൺഗ്രസ് ഇല്ലായ്മയാക്കാൻ തന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമല്ലേ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന ഒരു യുവ നേതാവാണ് യൂത്ത് കോൺഗ്രസിന്റെ. അടുത്ത പാലക്കാട്ടിന്റെ ഒരു മന്ത്രിയാണ് പുള്ളി. പുള്ളി ഇത്രയും കരുവാക്കുന്നത് എന്തോ കാരണമാണ് ഈ കോൺഗ്രസ്സുകാര്. ഇടതുപക്ഷത്തിന്റെ എന്തെല്ലാം മന്ത്രിമാരും MLA മാരും അല്ലെ നേതാക്കന്മാരും എന്തെല്ലാം ഈ വെൺപണി നടത്തി എന്തെങ്കിലും ശബ്ദിക്കുന്നുണ്ടോ? അപ്പം ഈ കോൺഗ്രസ്സുകാർ എന്തോ രീതിയിൽ സംസാരിക്കുന്നത് ഇത് ശരിയാണോ? ഈ പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ്സുകാർ മൊത്തം ഇത് ഒന്നടങ്കം പ്രതികരിക്കേണ്ടായ ഇത് മിണ്ടാതിരിക്കുന്ന എന്താണ്? പാലക്കാട്ടെ അടുത്ത ഒരു മന്ത്രിയാണ് ജയിച്ചു വന്നു കഴിഞ്ഞാൽ, അടുത്ത ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ. എന്റെ സാറേ, ഇതൊക്കെ ഇത് നാണക്കേടാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ്. എനിക്കിത് കേട്ട് എന്റെ പെണ്ണുമ്പിള്ളേക്ക് തന്നെ ഭയങ്കര ഇത് വിഷമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ഇങ്ങനെ ഈ പെണ്ണുങ്ങളെ കെട്ടിച്ചമയ്ക്കുന്ന കഥകളും വെച്ചോണ്ട് ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ എന്തോ കൊടുത്തു, ഞങ്ങൾക്ക് പരാതിയില്ലാന്ന്, എന്നിട്ട് പോലും ഇവന്മാര് നടപടി എടുക്കുന്നില്ല. എന്തുകൊണ്ട് ഇവളുമാരെ രംഗത്ത് കൊണ്ട് പിടിച്ചു കൊണ്ടുവരണം? കുറെ പെണ്ണുങ്ങളെ കൊണ്ട്, വനിതാ പോലീസിനോ അല്ലെ വേറെ പെണ്ണുങ്ങളുണ്ട്, ഇവളുമാരെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. ഇത് വി ഡി സതീശനൊക്കെ കാശ് കൊടുത്തിട്ടായിരിക്കും, മുഖ്യമന്ത്രി കാശ് കൊടുത്തിട്ട് ഇത് ചെയ്യിക്കുന്നത്. ആ പാമ്പ് പിടിച്ച ചെറുക്കനെ ഇല്ലായ്മയാക്കാൻ വേണ്ടി. അല്ല എന്തുവാ പാലക്കാട്ട് ഇന്ന് ഇത് കോൺഗ്രസ് പ്രവർത്തകർ ഇല്ലയോ? ഇത് പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? രമേശ് ചെന്നിത്തല അനങ്ങുന്നില്ല, വി ഡി സതീശൻ അനങ്ങുന്നില്ല, താനൂസ്മാനും ബിന്ദു കൃഷ്ണൊക്കെ ഇവര് മറയുന്നുണ്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. എന്തുവാ കാണിക്കുന്ന ഇവര്? ഇവര് മാത്രമുള്ള പെണ്ണുങ്ങള് ഈ 14 ജില്ലയിലും കോൺഗ്രസ്സുകാരില്ലയോ? ഇതിന്റെ ശബ്ദം ഉയർത്തി പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവനെ ഇല്ലായ്മയാക്കാൻ വേണ്ടിയാണ്. നിയമസഭയിൽ ഗർജിക്കുന്ന ഒരു സിംഹമാണ്. പുള്ളിയെ ഇല്ലായ്മയാക്കാനാണ് ഇവിടുത്തെ സർവ്വ കോൺഗ്രസ് നേതാക്കന്മാർ. കുറച്ച് ഇതിനകത്ത് ഇതുവരെ നമ്മുടെ സുധാകരൻ സാറെ ഇവരൊക്കെ നല്ല ഗർജിക്കുന്ന സിംഹമാണ്. അതേ രാഹുൽ മാങ്കൂട്ടും ആ നിയമസഭയിൽ പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഇല്ലായ്മയാക്കുന്നത്. അടുത്ത തലപൊക്കി വരലില് ഉമ്മൻചാണ്ടി സാറിനെ കാണിച്ചത് എന്തുവായോ സരിത കാണിച്ചത്? അതുപോലെ അയാളുടെ എന്തെല്ലാം വയ്ക്കാതെ അതേ രീതിയിലാണ് മാങ്കൂട്ട MLA കാണിക്കുന്നത്. കോട്ടയത്തുനിന്ന് ഷാജിയാണ്. പിന്നെ ഈ റിനി എന്ന് പറയുന്ന മാളെ പോലെ കാണുന്ന വി ഡി സതീശന്റെ മാളെ പോലെ ആദ്യം ഇവരെ തമ്മിലൊരു DNA ടെസ്റ്റ് അങ്ങ് നടത്തിയാലോ സാറേ? ഇത് തമ്മിലുള്ള ഇതെന്താന്നുള്ളത്. ഇപ്പം അവരുടെ മകളാണോ, ഇവന്റെ മകള് തന്നെ ആണോ എന്നുള്ളൊരു സംശയം നമുക്ക് തീർക്കാൻ ആദ്യം ഇവളുടെയും വി ഡി സതീശന്റെയും റിനിയുടെയും ആദ്യം DNA ടെസ്റ്റ് നടത്തണം. അല്ലെങ്കിൽ അവളുടെ തള്ളയോ തന്തയോ അല്ല ഞാൻ അവിടെ തന്ത അല്ലെങ്കിൽ ഞാൻ ആ തള്ളയെന്ന് പറഞ്ഞ് രംഗത്ത് വരാൻ ആരെങ്കിലും ഉണ്ടോ? എന്തുവാ നല്ലൊരു പ്രതീക്ഷയിൽ ഇരുന്നതാ സാറേ. ഇനിയിപ്പോ ഇവിടെ ഈ മുനിസിപ്പൽ ഇലക്ഷന് വന്നാൽ പോലും ഇവിടെ ഒറ്റ കതിരിട്ടവനെ നമ്മുടെ മുറ്റത്ത് കയറ്റത്തില്ല. പക്ഷേ അല്ല, നമുക്ക് ഇവിടെയുള്ള സഹോദരന്മാരോടും അച്ഛന്മാരും അമ്മമാരോടും പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇവന്മാര് 3 പേര് എവിടെ നിൽക്കുന്നു അവിടെ ഉള്ള അവരെ അങ്ങ് തോപ്പിച്ച് വിട്ടാ. ഈ വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനും ഇവര് 3 പേര് എവിടെ നിൽക്കുന്നു അവിടെയുള്ള ജനങ്ങൾ ഒത്തുകൂടി അവന്മാരെ അങ്ങ് ചാക കയറ്റി അങ്ങ് വിടുക. അതേ ഉള്ളൊരു വഴി. അല്ലാതെ എന്നാലേ ഇവിടുത്തെ ഗ്രൂപ്പുകൾ മാറത്തുള്ളൂ. അത് നമ്മൾ ജനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് നിന്നാലേ പറ്റുള്ളൂ. അത് അവർ നിൽക്കുന്ന അവിടുത്തെ വോട്ടർമാർ എല്ലാം കൂടെ സംഘടിച്ച് അവര് ഒത്തുകൂടിയാലേ നടക്കുകയുള്ളൂ. എന്റെ സാറേ, ആ സതീശൻ എന്ന് പറയുന്ന ആൾക്ക് വലിയ ഒരു ആപത്ത് വരാനിരിക്കണേന്ന് എന്റെ മനസ്സ് പറയണത് ഒന്നും വെറുതെ ആയിട്ടില്ല. ഞാൻ അന്ന് സാറിനോട് പറഞ്ഞു, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കിയ 3-ാം ദിവസം ഞാൻ സാറിനോട് പറഞ്ഞു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേക്കുന്ന പോലെ രാഹുൽ ഉയർത്തെഴുന്നേറ്റ് വരും, ഞാനാ പറയണെന്നും പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചതിനൊന്നും കണക്കില്ല. രാത്രി പാതിരാക്കൊക്കെ ഇരുന്ന് എൻ്റെ ഒരു സഹോദരനെ പോലെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കണേന്. അത് രാഹുൽ ഉയർത്തെഴുന്നേറ്റ് വരും 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 ഞാനാ സാറേ പറയണം. അത്രയും ഞാൻ ഒരു വിധവയായ സ്ത്രീ ഇരുന്ന് പ്രാർത്ഥിക്കണേന്. അറിയാമോ? സാറ് നോക്കിക്കോ, സതീശന്റെ അവസാന കാലത്ത് അവൻ പിണറായിനോട് കാശ് മേടിച്ചിട്ട് ചെയ്യണം. എന്തായാലും അവനറിയാം
കഴിഞ്ഞാൽ അവന് ഭരണം ഉണ്ടാവില്ല എന്ന് അവനറിയാം. അപ്പൊ അവൻ കാശ് മേടിച്ചിട്ട് അവൻ അമേരിക്കയിൽ പോയിട്ട് അവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചേക്കണ കളിയാണ് സാറേ ഇത്. എന്റെ പേര് സബിൻ ചെറിയ. ഞാൻ കോട്ടയത്താണ്. ഞാൻ ജനിച്ച നാൾ മുതൽ കോൺഗ്രസിനെ സ്നേഹിക്കുകയും കോൺഗ്രസിന് വേണ്ടി എന്താ പറയുന്നത് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഹൃദയത്തിന്റെ ഒത്തിരി വേദനയുണ്ട്. ആ ചെറുപ്പക്കാരനെ തകർത്ത് കളയാൻ വി ഡി സതീശൻ നടത്തുന്ന കളികൾക്ക് ഞാനിത് സാറിന്റെ ന്യൂസ് കംപ്ലീറ്റ് ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു, ആൾക്കാരുടെ പ്രതികരണമൊക്കെ. അപ്പം എന്റെ ഒരു അഭിപ്രായം ഞാൻ മനസ്സിലാക്കിയെടുത്തു, ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ, ഷാഫി പറമ്പലിനെയൊക്കെ ഏറ്റവും അബിൻ വർക്കി പോലെയുള്ള ചെറുപ്പക്കാര് കോൺഗ്രസിനകത്ത് വരികയും കിളവന്മാരായിട്ടുള്ളവന്മാര് ആ കുഴിയിലേക്ക് കാല് നീട്ടിയിട്ടിരിക്കുന്നവന്മാരൊക്കെ മാറി നിൽക്കുവാണെങ്കിൽ ഈ കോൺഗ്രസിന്റെ വളർച്ച ഒരു നല്ല നിലയിൽ കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാകും എന്നുള്ള അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കോട്ടയത്ത് സീമസ് കോളേജിൽ 32 വർഷത്തിനകത്ത് കെ എസ് യു ജയിക്കാനുള്ള കാരണം ഇതുപോലെയുള്ള യുവജന നേതാക്കന്മാർ മുമ്പോട്ട് വന്നുകൊണ്ട്, അല്ലാതെ ഈ വെള്ളം ഇട്ടുകൊണ്ട് വരുന്ന വി ഡി സതീശന്റെയോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിന്റെ, രമേശ് ചെന്നിത്തലയുടെ ബാനർ കണ്ടിട്ടല്ല ഇന്നത്തെ കോളേജ് രാഷ്ട്രീയം മുഴുവൻ കെ എസ് യുവിന് അനുകൂലമായിട്ട് വരുന്നത്. കാരണം അവന് വേണ്ടി അവൻ മുഖ്യമന്ത്രിയാൻ വേണ്ടി നോക്കി. എന്റെ ഒരു അഭിപ്രായം പറയുക, കേരളത്തിൽ ഒരു സീറ്റിനെങ്കിലും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകത്തില്ല കേരളത്തിന്റെ. അത് കെ സി വേണുഗോപാലേ ആകത്തുള്ളൂ. പുള്ളിയുടെ മാസ്റ്റർ പ്ലാനിലുള്ള കളിയാണ്. അതായത് നിലമ്പൂർ ഇലക്ഷനിൽ മറ്റേ LDF മാറിയും അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. അദ്ദേഹത്തിന് രാത്രി പോയി രാഹുൽ മാങ്കൂട്ടം കണ്ടതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാലാണ്. അന്ന് രാവിലെ ഉച്ചയായപ്പോഴത്തേക്ക്, രാവിലെ ഉച്ചയ്ക്ക് വേണ്ടോ വി ഡി സതീശൻ പറയുന്നുണ്ട് ഇതുപോലെ ഞങ്ങള് ഇദ്ദേഹം ഇല്ലാതെ ജയിക്കും. പുള്ളിയുടെ പേര് എനിക്ക് പെട്ടെന്ന് വിട്ടുപോയി. ഇദ്ദേഹം ഇല്ലാതെ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ ആവശ്യമില്ല, കോൺഗ്രസ് ഒറ്റയ്ക്ക് എന്ന് ജയിക്കും എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരൻ പ്രസ്താവന ഇറക്കിയതിന്റെ അന്ന് വൈകിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തില് അദ്ദേഹത്തെ കാണാൻ പോണത്. അദ്ദേഹത്തെ കാണാൻ പോകുന്നതിന്റെ പിന്നിൽ കളിച്ചത് മുഴുവൻ എന്റെ അഭിപ്രായത്തിൽ കെ സി വേണുഗോപാല. കാരണം രാഹുൽ മാങ്കൂട്ടവും വി ഡി സതീശനും ആയിട്ടുള്ള ബന്ധം തകർക്കാൻ വേണ്ടി പുള്ളി ഒരു മാസ്റ്റർ പ്ലാൻ കളി കളിച്ചു. അതിന്റെ അകത്ത് ഇപ്പം പരാജയപ്പെട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നു. അത് അവന് എന്താവശ്യം വന്നാലും, ഇപ്പം പാലക്കാട് MLA ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ അവന്റെ കൂടെ പോകും. കാരണം ഞങ്ങൾക്ക് അതുപോലെ ഇഷ്ടം. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം 2016 മരിച്ച് പെട്ടിക്കകത്ത് കയറിയപ്പോഴത്തേക്ക് ഈ ചെറുപ്പക്കാരന്റെ വാക്കുകളാണ് മീഡിയയുടെ മുമ്പിൽ ഒരു വാക്ക് പറയാൻ ഈ പറയുന്ന ഈ കിളവൻ രമേശ് ചെന്നിത്തലയോ ഈ വി ഡി സതീശനോ ഇവന്മാരാരും ഒരു ഡിബേറ്റിനും വരാൻ ഒരുത്തനും ഇല്ലായിരുന്നു. ഒരുത്തന്റെ വായി നാക്കില്ലായിരുന്നു. ഈ ബൈ ഇലക്ഷനിൽ ജയിച്ച ആ പുതിയ ആൾക്കാർ മുഴുവൻ ഈ ചെറുക്കന്റെ മുഖചിത്രം വെച്ച ഉമാ തോമസ് ഒക്കെ വന്ന് ഭയങ്കര ചരിത്രം അടിച്ചിട്ട് പോകുന്നുണ്ട്. ഉമാ തോമസിന്റെ പടം 10 പൈസയുടെ വലിപ്പത്തിൽ ഇവന്റെ പടം ഒരു പോസ്റ്റർ മുഴുവൻ വെച്ചിട്ട് അവിടെ വോട്ട് പിടിച്ച് ജയിച്ചിട്ട് ഒരു ആരോപണം വന്ന ഉടനെ, സത്യം പറഞ്ഞാല് ഇവനൊക്കെ വേണ്ട കഷ്ടപ്പെട്ടവന്റെ കോൺഗ്രസിന്റെ അംഗത്വം എടുത്ത് കളയുമ്പോൾ ശരിക്കും ശത്രുക്കളുടെ മുമ്പിൽ അവനെ തല്ലി തകർക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുക വി ഡി സതീശനൊക്കെ ചെയ്തതായി. അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാനൊക്കെ ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ കോട്ടയത്തും ഒക്കെ ഞാൻ അത്യാവശ്യം ആഗ്രഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങളും എല്ലാം ഞാൻ മുൻതൂക്കം കൊടുത്തു പോകുന്ന ആളാണ്. പക്ഷേ ഇവന്റെ ഇതുപോലെയുള്ള രാഷ്ട്രീയം കണ്ട യുവതലമുറ എങ്ങനെ ഇവന്റെയൊക്കെ കൂടെ നിൽക്കും? എന്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, അണികളെ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത ഇവനൊക്കെ എങ്ങനെ ഒരു സമൂഹത്തെ ചേർത്ത് പിടിക്കും? എന്റെ ചോദ്യം അത് മാത്രമേ ഉള്ളൂ. വി ഡി സതീശനോടാണെങ്കിലും കെ സി വേണുഗോപാലിനോടാണെങ്കിലും ഇതിനെ പിന്താങ്ങുന്ന ഉമയോടാണെങ്കിലും പിന്നെ എന്നാ ബിന്ദു കൃഷ്ണ, നല്ല ഇവരൊക്കെ രമേശ് ചെന്നിത്തല, ഇവരുടെയൊക്കെ വിദേശ ടൂറുകളൊക്കെ നമുക്കറിയാം. ചരിത്രങ്ങളെല്ലാം നമുക്ക് പകല് പോലെ നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ഇതിന്റെയൊക്കെ ചരിത്രങ്ങളെല്ലാം അറിയാം. മുന്നും പിന്നുമായിട്ട് എല്ലാവരും ദുബൈക്കും ഒക്കെ കറങ്ങാൻ പോണതിന്റെ എല്ലാ ചരിത്രങ്ങളും നമുക്കറിയാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നവരാണ്. എന്റെ ഒരൊറ്റ ചോദ്യം മാത്രമേ ഇതുള്ളൂ സാറേ, ഒരു കൂടെ നിൽക്കുന്ന ഒരു പ്രവർത്തകനെ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത ഇവന്മാരെങ്ങനെ കേരളത്തെ പൊതുജനത്തെ ചേർത്ത് പിടിക്കും? ഇത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എനിക്ക് വളരെ ദുഃഖമുണ്ട്. ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അധികാരം കൊടുത്ത് അവനെ കോൺഗ്രസിന്റെ അംഗത്വം കൊടുത്ത് തിരിച്ച് ഈ 15-ാം തീയതി അവനെ നിയമസഭയിൽ കോൺഗ്രസ് സപ്പോർട്ടോട് എണീപ്പിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ അധപ്പതനം. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചേക്ക് ഞങ്ങൾ ഒരു കാരണവശാലും കോൺഗ്രസിന് വോട്ട് ചെയ്യത്തില്ല, ഞങ്ങൾ നോട്ടയ്ക്ക് വോട്ട് കൊടുത്തു എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. സാറിന്റെ പ്രോഗ്രാം വളരെ വളരെ
അനുഗ്രഹമാണ്. ആരുമില്ലാത്ത ഇപ്പൊ സത്യം പറഞ്ഞ എല്ലാവരും ഒഴിവാക്കിയ ചെറുപ്പക്കാരൻ. ഞാൻ സാറിനോട് പറയും, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ നമ്പറോ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു സംഭവം ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ സാർ ഇതിനകത്ത് ഷെയർ ചെയ്യുക. ഞങ്ങളെല്ലാം കട്ടയ്ക്ക് കൂടെയുണ്ട്. നിയമസഭയ്ക്കകത്ത് പോകേണ്ട വന്നാൽ പോകാൻ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് സാറിന്റെ പ്രോഗ്രാം വളരെ വളരെ നല്ല പരിപാടികളാണ് എല്ലാം. ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക. ഞാൻ കാറ് യാത്രയും ഇത് മുഴുവൻ കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ എതിർത്ത് നിൽക്കുന്നത് വലിയൊരു കാര്യം കേട്ടോ. ഞാൻ അതിന് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പേര് ബിജു. ആ പരമനാറിയെന്ന് എടുത്ത് എഴുതുക. ഞാൻ ഈ 60 വയസ്സുകാരനെ പീഡിപ്പിച്ചു പറഞ്ഞ അവന്റെ പെണ്ണുമ്പിള്ളിയാണോ എന്ന് പറയാവോ? അവനെ 60 വയസ്സ് പെണ്ണുമ്പിള്ള തന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവന്റെ പെണ്ണുമ്പിള്ളിനെയാണോ അവന്റെ വാളയാണോ പീഡിപ്പിച്ചേക്കണെങ്കിൽ അവനെന്ന് പറയണ്ട. തെളിവ് ഒന്ന് കൊണ്ട് കാണിക്കണ്ടേ? ഒറ്റ പരമ നാറി. ഇവനെ എവിടുന്നും ഈ ഉന്മൂലനം ചെയ്ത് കളയണം സാറേ. അല്ലാതെ ഇവൻ ഈ നാട് തന്നെ നശിപ്പിക്കും. അത്രയ്ക്കും കലിപ്പുണ്ട് ഈ ചേറ്റയോട്. ഞാൻ രാഷ്ട്രീയക്കാരനുമല്ല, ഒന്നുമല്ല, കോൺഗ്രസ് അല്ല, കമ്മ്യൂണിസ്റ്റ് അല്ല, BJP അല്ല. പക്ഷെ പരമ ചേറ്റ അത്രയും വൃത്തികെട്ട വാർത്താനം പറഞ്ഞ നാടിനെ എങ്ങനെയാ സാറേ ഇത് സഹിക്കുന്നത്? പറയാൻ കുറെ നാളായിട്ട് സാറിന്റെ ഇത് കണ്ടിട്ട് എനിക്ക് പേടിച്ച് ഞാനൊന്നും വിളിക്കാൻ പറ്റാതെ മിണ്ടാതിരിക്കുകയാണ്. ഇനിയിപ്പോ ഇവനെ സഹിക്കാൻ പറ്റണില്ല. ഇവനെ കണ്ടാൽ കൊല്ലണം എന്നുള്ള കലിപ്പിലാണ്. ഇവൻ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിക്കത്തില്ല. ഇവൻ കോൺഗ്രസ് പ്രസ്ഥാനത്തല്ല, ഇവൻ ഈ കേരളത്തെ തന്നെ നശിപ്പിച്ചു. കേരളത്തിന്റെ സകല ഇതിലും ഇവൻ കത്ത് മുറിച്ച് പിണറായി എന്ന ആ പരമ നാറിയുടെ സാധനവും നാക്കി മേടിച്ച് തിന്ന് ഈ ചേറ്റ. ഇവനെന്ത് ഇവന്റെ പെണ്ണുമ്പിള്ളേനെയും മകളെയും സ്വന്തം മറ്റേ അവന്റെ മുറിയിൽ കൊണ്ട് താമസിപ്പിക്കാത്ത ആ നടീനെയും ഇവിടെയൊക്കെ വെച്ചോണ്ട് താമസിക്കാൻ വേണ്ടിട്ടല്ലേ? അതാ പിന്നെ പെണ്ണുമ്പിള്ളേനെയും ഭാര്യനെയും എല്ലാരും പിണറായി അതിൽ എത്രയോ മാനാ. പിണറായി സ്വന്തം ഭാര്യനെയും മകളെയും അരുവാനെയൊക്കെ കൊണ്ടുപോയി വീട്ടിൽ താമസിക്കുന്നുണ്ട് അവിടെ ചീഫ് കൗൺസിൽ. പക്ഷെ ഇതിനെന്ത് താമസിപ്പിക്കാത്ത? ഇവന്റെ സ്വകാര്യത പരിപാടിക്ക് കുറെ പെണ്ണുങ്ങളെയും വെച്ചുകൊണ്ട് ഇവൻ നടത്തുന്ന പരിപാടി ചേറ്റ നാറി. ഇതേക്കുള്ളി ഞാൻ എന്നെ ഇങ്ങനെ പറയാൻ പാടില്ല. ഇനി ഞാൻ പറയാൻ എനിക്ക് സാധാരണ പറയണത് ഞാൻ പുളിച്ച തെറിയാ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ശരിയാവൂലാത്തതുകൊണ്ടാ. സാഗൂട്ടി വിളിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. സാഗൂട്ടിയെ പറഞ്ഞിട്ടോ ജനങ്ങൾക്ക് മനസ്സിലായി എന്താണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ? സാഗൂട്ടി തന്നെ വിളിക്കണേ. സ്വന്തം തള്ളേനെ വരെ കൂട്ടിക്കൊടുക്കണം. നായിന്റെ മോനോ ഞാൻ എന്താ പറയുന്നത്? എത്തിക്കുള്ളിൽ എനിക്ക് പറയാനില്ല പറയുന്നേ. എന്റെ നാട് മാവേലിക്കരയാണ്. പിന്നെ ഞാൻ ടീച്ചറാണ്, റിട്ടയർഡ് ടീച്ചറാണ്. പാലക്കാട് 55 വർഷമായി പാലക്കാട് പോയിട്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെന്റ് അവിടാണ്. പിന്നെ എൻ്റെ മണ്ഡലത്തിൽ നിന്നിട്ടാണ് രാവിലെ ജയിച്ചിരിക്കുന്നത്. പിരായിരി. ഞാൻ പിരായിരിയിലാണ് താമസിക്കുന്നത്. പിന്നെ ഞാൻ മാവേലിക്കരയാണെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ വീട് താമരക്കുളമാണ്. എൻ്റെ അമ്മയുടെ വീട് ഞാൻ 2 പ്രാവശ്യം അവനെ തേടി അവൻ്റെ വീട്ടിൽ പോയിരുന്നു. നാട്ടിൽ പോകുമ്പോൾ കാണാൻ പറ്റിയിട്ടില്ല. അവൻ്റെ അളിയൻ പറഞ്ഞു പാലക്കാട് വെച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽ ഞങ്ങളുടെ കുടുംബം മൊത്തം അത് തന്നെ. മാവേലിക്കര ചെന്നിത്തലയ്ക്ക് അറിയാം ഞങ്ങളുടെ കുടുംബം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് സോൾവ് ആക്കി കിട്ടാനായിട്ട് സോൾവ് ആകും അല്ലേ? തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഇയാളുടെ അവര് തന്നെ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിക്കോളും. കൊണ്ടുപോയാൽ ഇവിടെ പിടിച്ചു നിൽക്കാം. ഇല്ല, കേരളത്തിൽ നിന്ന് ഇവരെ പറപ്പിക്കൂലേ ജനങ്ങള്? അതവർക്ക് അറിയാം. പക്ഷെ ചെന്നിത്തലയൊക്കെ കൊണ്ടുപോകും. എനിക്ക് ചെന്നിത്തലയെ കുറിച്ച് അറിയാം. ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഇതിന്റെ അവിടെ പോയിരുന്നു. ഞാൻ പോകുമ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധിയൊക്കെ പോയിട്ടാണ്. ഞാൻ പാലക്കാട് മഹിളാ കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ മെമ്പറാണ്. എന്നെ ഉമ്മൻചാണ്ടി വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചപ്പം വന്നിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് KSRTCയിലായിരുന്നു. എല്ലാം അവിടെ വന്നിട്ടുണ്ട്. വെട്ടിയാറ്റ് നൗസാദിനെ അറിയും, ചെന്നിത്തലയ്ക്ക് അറിയും. എന്റെ കസിന് ഇവരോട് വിളിച്ചു പറ, നാട്ടുകാർക്കെല്ലാം മനസ്സിലായി. ഇനിയും ഇത് നാണം കെട്ട പരിപാടി ഇവരോട് മലന്ന് കിടന്ന് തുപ്പാന്ന് പറ. പ്രസ്ഥാനം നശിച്ചു പോകുന്നു. ചെന്നിത്തല ചെയ്തോളും, ഉറപ്പായിട്ട് ഞാൻ പറയുന്നു. അങ്ങനെ ആരെയും കണ്ടിട്ടൊന്നുമില്ല. ടീച്ചർ വിളിച്ചു പറ, ഇവരോടുള്ള ഇങ്ങനത്തെ പണികൾ കാണിക്കരുത്, മേലാ കാണിക്കരുത്, അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ പറ. എല്ലാരും ചെയ്തോളും, കുഴപ്പമില്ല. ഇവരൊക്കെ നല്ലവരാണ്. ഒരു സാക്ഷി കയറിയെന്നേ ഉള്ളൂ. ഈ നല്ലവരാണെങ്കിലും ഇടയ്ക്ക് ഇതുപോലത്തെ നാരത്തരം കാണിച്ചാൽ പോരെ? എല്ലാം പോയില്ലേ? അതാ ഓരോ സമയദോഷമാണ് അതുങ്ങൾക്ക്. അവരൊക്കെ നല്ലതായി ചെന്ന് ഈ രാഹുലിനെ ചെന്നിത്തല തന്നെ കൊണ്ടുപോകും. അവര് തന്നെ ഇത് വിളിച്ചോണ്ട് പോകും. ഒക്കെ സോൾവ് ആകും. 10 കൊല്ലമായിട്ട് ചൊറിയും കുത്തിയിരിക്കുകയല്ലേ. അടുത്ത കൊല്ലം ഇതുപോലുള്ള നല്ല മിടുക്കന്മാരെ മുന്നിൽ നിർത്തി ഭരണം പിടിക്കാനല്ലേ നോക്കേണ്ടത്? അത് അവർക്ക് അറിയും. അവർ ചെയ്തോളും, ഉറപ്പാണ്. ചെയ്താൽ അവന്മാർക്കുള്ള ഈ നാട്ടുകാരെല്ലാം തിരിച്ചവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതുപോലത്തെ ഞാൻ പറഞ്ഞില്ല, അവൻ തെറ്റ് മനസ്സിലാക്കി തിരുത്തിയാൽ ഇന്ന് ഇവന്മാരെ വിമർശിക്കുന്ന ജനങ്ങൾ ഇവന്മാരെ
സപ്പോർട്ട് ചെയ്യും. തിരുത്തുകയും ചെയ്യും. പിന്നെ കോൺഗ്രസ് ജയിക്കുകയും ചെയ്യും, തിരുത്തുകയും ചെയ്യും. ഇതിന് ഓരോത്തിന് ഒരു കഷ്ടകാല സമയം കണ്ടാൽ മതി. അല്ലാതെ ചെന്നിത്തലയെല്ലാം തീർച്ചയായിട്ടും സഹകരിച്ചു കൊണ്ടുപോകും. ഇപ്പൊ കണ്ടോ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ എന്ന് ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുത്ത് യുവമാരാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്യിച്ചതെന്ന് കണ്ടോ. സ്വന്തം പാർട്ടിയിലുള്ള പ്രവർത്തകർ തന്നെ അവരുടെ നേതാക്കന്മാർക്കെതിരെ മൊഴി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇവരൊക്കെ പോയി ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇനി ഞാൻ ഇത് പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നാളെ തന്നെ ശരിയാവും, ഉറപ്പാണ്. അവരത്ര മുസ്ലിംമാരൊന്നുമല്ല. ഒരു സമയദോഷം, ഒരു ഇത് അത്രേ ഉള്ളൂ. ഞാൻ ചോറുന്ന ശശിയ ഈ പറവൂരിലെ പരനാറിന്റെ മോളാത് പൊലിയടിച്ച് അത് തന്നെ എനിക്ക് പറയണ്ട്. ഓന്റെ മോള് തന്നെ നമ്മളെ ആയ കാലത്തെ കോൺഗ്രസ് പ്രവർത്തകനാ. എന്നാ നായിന്റെ ഇനി പറവൂരോ നിന്നാല് തോക്കു തന്നെ ചെയ്യും. ഇവൻ ചാവൻ തന്നെയാ, ഒരു മാറ്റവും ഇല്ല. ഇവൻ പിണറായിനോട് പൈസ വാങ്ങിച്ച ഇവനെ ഒരു അടി കണ്ട പാരമ്പര്യമുണ്ടോ? ഒരു സമരത്തിനോ എന്തെങ്കിലും കതർ ഇതുവരെ ഒന്ന് എന്തൊക്കെ പൊട്ടിക്ക ഇവന്റെ കതർ നായിന്റെ മോന്റെ. കാസർഗോഡ് ജില്ല പെരിയ കൃഷ്ണൻ നായർ. ഞാൻ പണ്ടേ ഒരു കോൺഗ്രസ്സുകാരനാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം, അത് ശരിയാണ്. തെറ്റുകാരനെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. അതിന് കോടതി നിയമമെല്ലാം ഉണ്ട്. വെറുതെ എന്തിനാ സതീശൻ ഇട്ട് പറ്റുന്നതെന്ന് ഞാൻ ചോദിക്കുന്നേ. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇതിപ്പോ അവർക്ക് ഭരണം കൈയാടാൻ വേണ്ടിയിട്ടാണ് ഈ കളി, മറ്റൊന്നുമല്ല. ഇതിന്റെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നാടകമാണ് ഇത്. ആ പെരുങ്കള്ളനെ പറ്റിയിട്ട് ഒരു അക്ഷരവും മിണ്ടുന്നില്ല. പിണറായി വിജയനെ പറ്റിയിട്ട് ഒരു അക്ഷരവും മിണ്ടുന്നുണ്ടോ? പിന്നെ എന്തിനും പ്രതിപക്ഷ നേതാവായിരുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്ത് വന്നാലും നിയമസഭയിൽ പോകണം, എന്നാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാകും. ഇവൻ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നിട്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം? അയ്യ, ഇങ്ങനത്തെ ഒരു കള്ളം വേറെ ഉണ്ടായിട്ടില്ല പ്രതിപക്ഷത്ത്. എത്ര കാലമായി നമ്മൾ ഇത് കാണുന്നത്? ഇതെല്ലാം മറ്റേ പിണറായിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടല്ലേ കളിയല്ലേ? എല്ലാം ഓന്റെ സൂത്രം ഇത്. പിണറായിയുടെ സൂത്രമാണ് ഈ സതീശനും പിണറായിയും ചെന്നിത്തലയൊത്തിട്ട് എടുത്ത പണിയാണ് ഇതെല്ലാം. എല്ലാം പൈസ വാങ്ങിയിട്ട് കളിക്കുന്ന കളിയാണ്. എന്തായാലും രാഹുൽ പോണം. മറ്റേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചോട്ടെ. ഇത് കോടതിയില്ലേ, കോടതിയിൽ പോയിക്കോട്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കോടതിയിൽ പോയിട്ട് കോടതിയിൽ തെളിയിക്കട്ടെ. എന്നിട്ട് ഓന്റെ ശിക്ഷ ഉണ്ടെങ്കിൽ ജയിലിൽ തന്നെ കിടക്കട്ടെ. അതിൽ തെറ്റില്ല. തെറ്റ് ചെയ്തോന്ന് ശിക്ഷ അനുഭവിക്കണം, അതിന് യാതൊരു തെറ്റില്ല. പക്ഷെ അതല്ല, ഓന് തെറ്റ് ചെയ്തിരുന്ന് പറയാൻ ഒരു പെണ്ണും കൂടെ മുന്നോട്ട് വന്നിട്ടില്ല. പിന്നെ അങ്ങനെ പറയുന്നത് തെറ്റുകാരനാക്കുന്നേ? ഞാൻ കാണലുണ്ട്, ഞാൻ നിർത്താതെ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. വി ഡി സതീശനൊക്കെ രാഹുലിന്റെ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടൊന്ന് കാണണം. അതുപോലെ തന്നെ രാഹുലിന്റെ വീഡിയോസ് വി ഡി സതീശൻ മാത്രമല്ല കാണേണ്ടത്. ആ പെൺപുലികളുണ്ടല്ലോ, പെൺ നേതാക്കന്മാര്, സ്ത്രീ നേതാക്കന്മാര്, അവരുടെ ആരുടെയും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും അത് തന്നെ, കല്ലെറിഞ്ഞ എല്ലാവരും ഉണ്ടല്ലോ. രാഹുൽ കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച ആ പഴയകാല വീഡിയോ ഒന്ന് എടുത്തു നോക്കുക. നിങ്ങളുടെയൊക്കെ രോമാഞ്ചം രോമം എഴുന്നേറ്റ് നിൽക്കും. തൻ്റെ പ്രസ്ഥാനത്തോട് സ്നേഹിക്കുന്നവർക്ക് രോമം എഴുന്നേറ്റ് നിൽക്കും, അല്ലാത്തവന്മാർക്കൊന്നും എഴുന്നേക്കത്തില്ലൊന്നും. അത്ര മാത്രം അറുത്തു മുറിച്ച് ഉരുളക്കുപ്പേരി പോലെ, അതായത് ഒരു കല്ലെടുത്തിട്ടായിരിക്കും ഒപ്പോസിഷൻ സൈഡിലുള്ള ആളുകൾ ഇട്ട് കൊടുക്കുക. അതിനെ നല്ല അലുവ പോലെ മുറിച്ച് കയ്യിലോട്ട് കൊടുക്കും, ഹലുവ പോലെ മുറിച്ചു കൊടുക്കും. അത്ര കഴിവുള്ള ഒരു വ്യക്തിയെ എവിടെ കിട്ടും സുനിൽ ഇവർക്ക്? ഇനി അങ്ങനെ ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ട് വരാൻ കഴിയുമോ? ഇത്രയും കാലമായല്ലോ ഒരാൾ വേണ്ടേ? ഇപ്പൊ എനിക്ക് 43 വയസ്സായി. ഈ 43 വയസ്സിനിടയ്ക്ക് ഞാൻ ഒരാളെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു പ്രൊഫഷൻ. പല പ്രൊഫഷനിലും പല ആൾക്കാരുണ്ട്. ഈ പ്രൊഫഷനിൽ ഇപ്പൊ മറ്റേ പാർട്ടിയിൽ പല ആൾക്കാർ അവർക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. അവിടെയും രാഹുലിനെ പോലെ ഒരു അസറ്റ് അവർക്കില്ലെന്നേ. ഇപ്പൊ BJP സംസാരിക്കണമെങ്കിൽ അതുപോലെ ഒരു അസറ്റ് അവിടെ അവർക്കുണ്ടോ? ഈ CPM സംസാരിക്കുന്ന രാഹുലിനെ പോലെ ഒരു അസറ്റ് അവർക്കുണ്ടോ? അവർക്കില്ല. നേതാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ പിള്ളേരുണ്ട്, സംസാരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ ഇവർക്ക് ആളുകളുണ്ട്. എന്നാലും രാഹുലിനെ പോലൊക്കെ ഒരു വജ്രം പോലത്തെ ഒരു സാധനത്തിനല്ല കയ്യിൽ കിട്ടിയത്. അതിനെയൊക്കെ വളർത്തി ഞാൻ പറഞ്ഞ രാഹുലിനെ എംപ്ലോയി ആയിട്ട് വെച്ചിട്ട് ഇവർക്ക് ചെയ്തിരിക്കണം. ഒരു MLA സ്ഥാനവും കൊടുത്തില്ല, ഒന്നും വേണ്ടെന്ന് വെക്ക്. മാസം ഒരു 10 ലക്ഷം രൂപ വെച്ചിട്ട് സാലറി കൊടുത്തിട്ട് രാഹുലിനെയൊക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നിർത്തിയിരിക്കണം. എന്താണ് അവരുടെ പ്രശ്നം? ഞങ്ങളുടെ പൊളിറ്റിക്കൽ വക്താവാണ്, ഞങ്ങൾ സാലറി കൊടുത്ത് നിർത്തുന്ന ആളാന്ന് പറയണം. അങ്ങനെ സിസ്റ്റം കൊണ്ടുപോകും അവര്. വന്നിട്ട് പെണ്ണ് കേസിലോ ഏത് കേസിലോ പെട്ടെ, ഇവരുടെ പ്രശ്നമൊന്നുമില്ലല്ലോ. അത്രമാത്രം രാഹുൽ വർത്താണ്. മന്ത്ലി ഒരു 10 ലക്ഷം 20 ലക്ഷം രൂപ കയ്യിൽ സാലറി മേടിക്കാൻ പറ്റുന്ന വർത്താണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത്ര കോൺട്രിബ്യൂഷൻ ആ പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട്. രാഹുൽ കൊടുക്കുന്ന ഓരോ വാക്കുകളും ആ പാർട്ടിക്ക് എത്രമാത്രം ഊർജവും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്നുള്ളത്, ആ പാർട്ടി എത്രത്തോളം വളർത്തുന്നുണ്ടെന്നുള്ളത്, ആ വലിപ്പം സതീശന് മനസ്സിലാവുന്നില്ല.
ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിൽ പോലും രാഷ്ട്രീയ ചർച്ചയിലേക്ക് ടി വി ഓൺ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ കാരണം തന്നെ, സ്വിച്ച് ഓവർ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ കാരണം തന്നെ രാഹുലിനെ പോലുള്ള ഈ ചെറുപ്പക്കാർ വന്നിട്ട് രാഹുൽ, ഷാഫി അങ്ങനെയുള്ള ആളുകളൊക്കെ വന്ന ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഈ ഷാഫി ആണെങ്കിൽ പോലും ഒരു ക്രൗഡ് പുള്ളറാണ്. രാഹുൽ അതല്ല, ക്രൗഡ് പുള്ളറുമാണ്. പക്ഷേ ആ ഒരു വാഗ്മിയാണ്, നല്ലൊരു വാഗ്മിയാണെന്നേ. അതാരും സമ്മതിക്കാതിരിക്കുക. ആർക്കും അത് റെഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പം നമ്മൾ 24 ചാനലിലെ ഹാഷ്മി, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിൽ ആ ഇൻട്രോ പറയുമ്പോൾ എന്തത് നമ്മുടെ രോമം എഴുന്നേറ്റ് നിൽക്കില്ലേ? അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റും. അത് തെറ്റോ ശരിയോ എന്ന് പറയുന്നതിലല്ല, അത് ആ പ്രസൻറ്റേഷൻ സ്കില്ലുണ്ടല്ലോ സുനിലെ, അതെങ്ങനെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുക? അതുപോലെ തന്നെയല്ലേ രാഹുലും. ആ പ്രസൻറ്റേഷൻ സ്കിൽ എന്താണത്? അതെങ്ങനെയാണ് ഈ VD സതീശൻ അല്ലെങ്കിൽ ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുക? അതല്ലേ ഒരു ജനങ്ങളുടെ വികാരമല്ലേ ഇതൊക്കെ? ജനങ്ങളുടെ വികാരം ഒരു വ്യക്തിയിലൂടെ ആവാഹിച്ചെടുത്ത് പുറത്തേക്ക് വിടുക എന്നൊക്കെ പറയില്ലേ? അതുപോലല്ലേ പറയും. ഇപ്പം ഹാഷ്മി പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ ആ ഇൻസിഡൻറ്റിനെ ഹാഷ്മി പറയുമ്പോൾ അത് അവരുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ആവാഹിച്ചെടുത്ത് ഹാഷ്മി പുറത്തേക്ക് തള്ളിവിടുന്ന പോലെ നമുക്ക് തോന്നുക. അതില്ലാന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അത് ഹാഷ്മിക്ക് അദ്ദേഹത്തിൻ്റെ ജന്മനാ കിട്ടിയൊരു കഴിവാണ്. എനിക്കതുപോലെ പറയാൻ പറ്റണം എന്നില്ല. ഇപ്പോൾ സുനിലിൻ്റെ പ്രസൻറ്റേഷൻ സ്കില്ല് വേറൊരു ടൈപ്പാണ്. അതെനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് അതിനുള്ള കഴിവില്ല, അതിനുള്ള ഊർജ്ജമില്ല. മനസ്സിലായില്ലേ? ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടല്ലോ. അപ്പം നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ അതുപോലെ പാർട്ടി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പ്രൊഫഷണൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം സുധാകരൻ ഒരു സ്റ്റൈലുണ്ടല്ലോ, അതുപോലെ സംസാരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പലരും പല ഗർജിക്കുന്ന സിംഹങ്ങളുണ്ടെങ്കിലും അതെല്ലാവർക്കും നാട്ടുകാർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷേ രാഹുൽ സംസാരിക്കുന്നത് അദ്ദേഹം ആ ഡേറ്റ വെച്ചുകൊണ്ട് അർത്ഥമുറിച്ച് പറയുമ്പോൾ വായി തോന്നിയത് പറയും, അല്ലെങ്കിൽ ചെളി കിടന്ന് ഉരുളുവോ, അങ്ങനത്തെ പരിപാടിയൊന്നും രാഹുലിനില്ല. കൃത്യമായിട്ട് രാഹുൽ സംസാരിക്കും. അതുപോലെ തന്നെ ഡേ 1 മുതൽ രാഹുൽ TV ചർച്ച തുടങ്ങിയ കാലഘട്ടം എനിക്ക് തോന്നുന്ന തുടക്കം മുതൽ തന്നെ എനിക്ക് കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ എല്ലാ കാലഘട്ടങ്ങളിലും ഈ മലയാളം ന്യൂസിൻ്റെ ഈ ഡിബേറ്റുകൾ കാണുന്നതാണ്. ആ സമയത്താണ് രാഹുലിൻ്റെ എൻട്രി സമയം മുതൽ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് ആരാന്നും കൂടെ എനിക്കറിയില്ല. ആ കാലഘട്ടത്തിൽ രാഹുൽ ആരാണെന്നോ എന്താണെന്നൊന്നും അറിയില്ല. ഒന്നും അല്ലാന്ന് തോന്നുന്നു രാഹുലൊന്നും. കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന താഴെ കോൺഗ്രസ് എഴുതി കാണിച്ചു, അന്നേരമാണ് രാഹുലാണ് ഇങ്ങനത്തെ ഒരാളാണെന്ന് അറിയുന്നത്. അപ്പോൾ അന്ന് എനിക്ക് വേണ്ടപ്പെട്ട കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസറുണ്ട്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇന്നത്തെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, അതുകൊണ്ട് എടാപോടാ ബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ, എന്താണ് ഇതാരാണ് ഒരു പുതിയ കഥാപാത്രം വന്നിട്ട് ആള് പുലിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി ഇങ്ങനെ പറയുന്നത്, അതൊരു പുലിക്കുട്ടിയാണ് സംഭവം, വളർന്നു വരുന്ന ഒരു പുലിക്കുട്ടിയാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് രാഹുലിൻ്റെ ഓരോ ഡിബേറ്റുകളും പുറമെ ചർച്ച ചെയ്യുമായിരിക്കും. എന്താണ് അവൻ ഇന്നലെ കത്തിക്കയറി കയറ്റെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രാഹുലിൻ്റെ ചർച്ച ഈ പബ്ലിക്കിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നുള്ള ഒരു മനസ്സിലാക്കുന്നില്ല. VD സതീശനൊന്നും മനസ്സിലാകുന്നില്ല. VD സതീശൻ എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും പബ്ലിക്കിൽ ആരും പറയാറില്ല. VD സതീശൻ ഇത്ര ആർജവത്തോടുകൂടി ഒരു ഡിബേറ്റിൽ പോയിട്ട് സംസാരിക്കാൻ കഴിയുമോ? അതിനുള്ള കഴിവുണ്ടോ? ഞാൻ വെല്ലുവിളിക്കാം. VD സതീശന് സംസാരിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഒപ്പോസിഷനിൽ നിന്നൊരു ഇത് വരുമ്പോൾ ഇത്ര ആർജവത്തോടുകൂടി പറയാൻ കഴിയുമോ? സംസാരിക്കാൻ ഉള്ള കഴിവില്ല എന്ന് ഞാൻ പറയില്ല. പുള്ളി നിയമസഭയിലൊക്കെ വളരെ ആധികാരികമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് പിണറായിക്കെതിരെയൊക്കെ. പക്ഷേ അതൊക്കെ ഒരു പൊള്ളയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നിപ്പോവാണ്. എല്ലാം വെറുതെ ആയിരുന്നു എന്ന്. കാരണം മറ്റൊന്നുമല്ല, പിണറായിയെ തൊടാൻ പറ്റിയില്ല. പുള്ളി നല്ല കാലിന് കാറ്റ് പിടിച്ച പോലല്ലേ ഉള്ളത്. ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അത് എത്രയോ ഒപ്പോസിഷനിൽ എത്രയോ ലീഡർമാർ വയറ്റി നോക്കി, എന്താ സാധിക്കാതിരുന്നത്? ഒരേ ഒരു ആൻസറേ ഉള്ളൂ അതിന്, അയാൾ ആണാണ്, ഇരട്ട ചങ്കല്ല, മുച്ചങ്കാണ്. അതുകൊണ്ടാണ് ഒന്നും സംഭവിക്കാതിരുന്നത്. ഇവന്മാർക്കൊക്കെ സ്വന്തം കൂടത്തിൽ നിന്ന് രക്തം കൊടുത്തില്ലേ രാഹുൽ എല്ലാവർക്കും? ഓരോ ഇലക്ഷനും ചാവന്തിയോളം പണിയെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അത്രയും വലിയ ക്വാളിഫിക്കേഷനുള്ള സെൻറ്റ് സ്റ്റീഫൻസിൻ്റെ പ്രോഡക്റ്റാണത്. അത് ഈ നാട്ടുകാർക്ക് അറിയാവോ? സെൻറ്റ് സ്റ്റീഫൻസിൻ്റെ പ്രോഡക്റ്റാണ്. പെണ്ണിനെ ഇന്നലെ ഇന്നൊന്നും കാണുന്ന ആളല്ല. നിങ്ങൾ എന്നത് ഈ പറഞ്ഞു വെക്കുന്നത്? ആ പെണ്ണിൻ്റെ 60 വയസ്സിൻ്റെ 50 വയസ്സിൻ്റെ പുറകെ പോയി അവരെ പീഡിപ്പിച്ച് ഇവരെ പിടിച്ച് വെട്ടിത്തരം പറയാതെ ഡൽഹിയിലൊക്കെ കിടന്ന് അടിച്ച് കളിച്ച് വളർന്ന് ഇറക്കുന്നത്. ഇഷ്ടംപോലെ പെൺകുട്ടികളെ കാണാനും കേൾക്കാനും കണ്ടും കൂടെ കിടന്നിട്ടൊക്കെ ഉണ്ടാവും. അതിലൊന്നും അതിശയിക്കാനൊന്നുമില്ല. അത് പുതിയ തലമുറയാണ്. സതീശനത് മനസ്സിലാവില്ല. ഇപ്പം ഞാൻ ഇവന്മാരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടൊരു കാര്യം ചോദിക്കാം. ഈ പറയുന്ന എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലെ നേതാക്കന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കാര്യം ചോദിക്കാം. ഇതൊക്കെ വ്യക്തമായിട്ട് പറയണമെങ്കിൽ ഈ ആരാണ് നല്ല മനുഷ്യനെന്ന് പറയണമെങ്കിൽ കട്ടിലുകൾക്ക് സംസാരിക്കാൻ കഴിയണം. നീ കിടക്കുന്ന കട്ടിലിനും ബെഡിനും സംസാരിക്കാൻ പറ്റുന്നൊരു കാലം ഉണ്ടാകുമ്പോൾ നീ മാന്യനാണോ അല്ലയാണോ എന്ന് അറിയും. അതുകൊണ്ട് സതീശനൊക്കെ പഠിച്ച കാലഘട്ടത്തും ഈ പഞ്ചായത്തടിച്ചിരുന്നിരുന്ന കാലഘട്ടത്തും ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇപ്പം ഓഡിയോ സന്ദേശമൊന്നും പുറത്തു വരാത്തത്. ഇല്ലെങ്കിൽ ഇവന്മാരെല്ലാം കുടുങ്ങിയനെ.
അതിപ്പം സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും പിണറായി ആയാലും മറ്റവരായാലും എല്ലാവരും കുടുങ്ങിയിട്ടുണ്ടാവും. എന്താ ഇവരെയൊന്നും കാണാൻ രസമില്ലേ? ഇവരൊക്കെ നന്നായി സംസാരിക്കുന്നവരല്ലേ? അപ്പോൾ ഇവർക്കൊക്കെ ഇഷ്ടംപോലെ പ്രപ്പോസൽ കിട്ടിയിട്ടുണ്ടാവില്ലേ? പെൺകുട്ടികളോട് സംസാരിച്ചിട്ടുണ്ടാവില്ലേ? വീഡിയോയും ഓഡിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവരെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവില്ലേ? സതീശനൊക്കെ എന്തൊരു സുന്ദരനാ. അപ്പോൾ എത്ര പെൺകുട്ടികൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവും? ഒരെണ്ണത്തിലും വീഴാതിരിക്കാൻ വേണ്ടി സതീശൻ അത്ര പരിശുദ്ധാത്മാവാണോ? അപ്പോൾ അതുകൊണ്ട് ഈ പെൺകുട്ടികളെ പല കാര്യങ്ങളും ആകർഷിക്കും. പ്രത്യേകിച്ച് ഒരാളുടെ ഒരു 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 പ്രസൻറ്റേഷൻ സ്കില്ല്, അവർ സൗന്ദര്യമല്ല ഒന്നിലും നോക്കുന്നത്, ആ ഒരു പ്രസൻറ്റേഷൻ സ്കില്ല് അവരെ കണ്ടമാനം ആകർഷിക്കും. നല്ല പാട്ട് പാടുന്നവർ, ഇപ്പോൾ വേടൻ എന്ന് പറയുന്നത് സൗന്ദര്യം കണ്ടിട്ടാണോ പെൺകുട്ടികൾ ചാടിക്കയറി ചെല്ലുന്നത്? അദ്ദേഹത്തിൻ്റെ സ്കില്ലാണ്, അദ്ദേഹത്തിൻ്റെ അവതരണം, ആ വരികൾ, അതാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. സിനിമാ നടന്മാരെ ആഗ്രഹിക്കുന്നതും എന്തുകൊണ്ടാണ്? അവരുടെ പ്രൊഫഷനിൽ അവർ മികവ് പുലർത്തുന്നത് കൊണ്ടാണ്, ഒരു സെലിബ്രിറ്റി ആകുന്നത് കൊണ്ടാണ്. എന്ന് പറയുന്നത് പോലെ പലർക്കും പല കഴിവുകളുള്ളിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ എതിർലിംഗത്തിൽപ്പെട്ടവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമാണ്. അത് ഇത്രമാത്രം ചർച്ചയാക്കി ഒരുത്തിൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ട വലിയ കാര്യമേ അല്ലിത്. അത് ഈ സതീശൻ തീരുമാനിച്ചായിരുന്നു ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. സതീശൻ ഒരേ ഒരു കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു, അത് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാം, പാർട്ടി നടപടിയെടുക്കും. ഏതൊക്കെ ഒരുപാട് വേർഡുകളുണ്ടല്ലോ ആ ഡിക്ഷണറിയിൽ. ഞാനൊരു ഡിക്ഷണറി അയച്ചു കൊടുക്കാം വേണമെങ്കിൽ, പൊളിറ്റിക്കൽ ഡിക്ഷണറി എന്നും പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് വേർഡുകളുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട്. തീരുമാനം എടുക്കും, പാർട്ടി നടപടി ഉണ്ടാവും, അതിശക്തമായി നേരിടും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് യൂസേജസ് ഉണ്ട്. ആ യൂസേജൊക്കെ കൊടുത്താൽ മതിയായിരുന്നു. അത് പിണറായി വിജയനിൽ നിന്നോ ഗോവിന്ദൻ മാഷിൽ നിന്നൊക്കെ പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവർ ഈ പഴയ കേസ് സ്റ്റഡീസ് എടുത്ത് പഠിച്ചു നോക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കേസ് സ്റ്റഡീസ് ഇരിപ്പുണ്ട്. പിണറായി ആൻഡ് മുകേഷിൻ്റെ കേസിൽ ഉണ്ടായിരുന്ന കേസ് സ്റ്റഡി ഉണ്ട്. അങ്ങനെ എല്ലാ നേതാക്കന്മാരുടെയും ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഗണേഷ് വേഴ്സസ് മറ്റ് പെൺകുട്ടികളുമായിട്ടുണ്ടായിരുന്ന കേസുകളിലുള്ള കേസ് സ്റ്റഡി ഇരിപ്പുണ്ട്. അപ്പോൾ ആ കേസ് സ്റ്റഡിയിലൊക്കെ ഈ നേതാക്കന്മാർ ഉപയോഗിച്ച യൂസേജുകൾ കിട്ടും. ആ യൂസേജുകൾ ഇവിടെ ഉപയോഗിച്ചാൽ മതി സതീശന്. ഇതൊന്നും പഠിക്കാതെ പ്രതിപക്ഷ നേതാവാണെന്നും പറഞ്ഞു വന്നിരുന്നിട്ട് കാര്യമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.